ഹായ് സ്റ്റുഡൻസ്, ഇന്നിനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫങ്ഷൻസിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസൊക്കെയാണ്. അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെയിനായിട്ട് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസും ആൻഡ് ഇൻവേർട്ടബിൾ ഫങ്ഷൻസുമാണ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അതിൽ തന്നെയുള്ള കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെയാണോ ഇമ്പോർട്ടൻറ്റ്, അത്തരത്തിൽ തന്നെ ഈ കോമ്പോസിഷനും ഇൻവേർട്ടബിളും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് നമ്മുടെ മാത്സിൽ. കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് യഥാർത്ഥത്തിൽ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 3 സെറ്റ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഇതുവരെ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തതും ഒരു റിലേഷൻ്റെ കേസാണെന്നുണ്ടെങ്കിലും അതൊക്കെ നോക്കിയത് 2 സെറ്റിൻ്റെ കേസിലാണ്. ഒരെണ്ണം ഡൊമെയിൻ ആയിരിക്കും, ഒരെണ്ണം റേഞ്ച് ആയിരിക്കും. ഇവിടെ എന്താ പറയുക, നമുക്ക് 3 സെറ്റ്സ് ഉണ്ടായിരിക്കും. എ, ബി, സി എന്ന് പറഞ്ഞിട്ടുള്ള 3 സെറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം, ബിയിൽ നിന്ന് സിയിലേക്ക് നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഈ 2 സ്ഥലത്തും എന്ത് ചെയ്യേണ്ടി വരും? ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റിന് ഡൊമെയിനും റേഞ്ചുമായിട്ട് തന്നെ അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൺസിഡർ ചെയ്യാൻ കഴിയും. ഇങ്ങനെ നമ്മൾ പരസ്പരം കണക്ട് ചെയ്ത് ചെയിൻ പോലെ നമുക്ക് ഒരു ഫങ്ഷൻസിനെ നമുക്ക് റിലേറ്റ് ചെയ്യാം. അതിനെയാണ് യഥാർത്ഥത്തിൽ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് എന്താണ് കിട്ടുക എന്ന് വെച്ചാൽ, എയിൽ നിന്ന് ബിയിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ബിയിൽ നിന്ന് സിയിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. എന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാൻ കഴിയും എയിൽ നിന്ന് സിയിലേക്കും അനദർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ കഴിയുമെന്ന്. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് യഥാർത്ഥത്തിൽ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഡെഫിനേഷൻ വൈസ് നമ്മളൊന്ന് നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ, ലെറ്റ് എഫ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു സി ബി 2 functions. Then the composition of f and g denoted by g composition f is defined as the function g composition f from a to c is given by g composition f of x is equal to g of f of x for all x belongs to a. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ എലമെൻറ്റിൽ നിന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് എ എന്ന് പറഞ്ഞ സെറ്റിൽ ഒരു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ട്. ആ എലമെൻറ്റ് ബി എന്ന സെറ്റിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു എന്ന് വിചാരിക്കാം. എയിൽ നിന്ന് ബിയിലേക്ക് എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അവിടെ ബി എന്ന് പറഞ്ഞ സെറ്റിൽ നമുക്ക് കിട്ടുന്ന എലമെൻറ്റ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇനി ആ എഫ് ഓഫ് എക്സിൽ നിന്ന്, അതായത് ബി എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് നമ്മൾ സി എന്ന അനദർ സെറ്റിലേക്കും ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അത് ജി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കോമ്പോസിഷനായി കിട്ടുക സി എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റിലെ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും അത് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുക. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, അനദർ ഫംഗ്ഷൻ എഫ് ഉണ്ട്, അതിനുള്ളിൽ എന്തുണ്ട്? ഒരു എലമെൻറ്റ് എക്സ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഇത് സിമ്പിളായിട്ട് പറഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എക്സാമ്പിളാണത്. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ബോർഡ് എക്സാമിനേഷൻ എഴുതുമ്പോൾ അറിയാം, നമുക്കൊക്കെ ഓരോരോ രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും, പെർട്ടിക്കുലർ രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും. അത് ഓരോ വ്യക്തികൾക്കും എന്തായിരിക്കും? യുണീക്കാണ്. അത് ഒരു വ്യക്തിക്ക് 1 എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അത് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചേഞ്ച് ചെയ്യാനോ മാറ്റാനോ ഒന്നും കഴിയില്ല. അടുത്ത ആൾക്ക് വേറെ നമ്പറാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 40 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ആ 40 കുട്ടികൾക്കും ഓരോരോ നമ്പേഴ്സ് നമ്മൾ ബോർഡ് എക്സാമിനേഷന് രജിസ്റ്റർ നമ്പറായിട്ട് കൊടുക്കുന്നു. ഇനി ഈ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാല്യുവേഷന് പോവുകയാണ്. ആ സമയത്ത് ടീച്ചേഴ്സിന് ഒരിക്കലും നിങ്ങളുടെ ഈ എക്സാക്റ്റ് കൊടുക്കില്ല, രജിസ്റ്റർ നമ്പർ കൊടുക്കില്ല. മറിച്ച് ഒരു ഫാൾസ് ആയിട്ടൊരു രജിസ്റ്റർ നമ്പർ ആയിരിക്കും ഇട്ട് കൊടുക്കുന്നുണ്ടായിരിക്കുക ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളുടെ ആൻസർ പേപ്പറിൽ തന്നെ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഓരോ വ്യക്തികൾക്കും ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്തു, നമ്മൾ ഓരോ വ്യക്തികൾ എന്ന് പറയുന്നതാണ് എന്ത്? എലമെൻറ്റ്സ് അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ടേംസ്. ഇനി നമ്മുടെ രജിസ്റ്റർ നമ്പേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നിട്ട് എലമെൻറ്റ്സ്.
ഇനി നമ്മുടെ ഫാൾ സൈഡിൽ നമ്മുടെ രജിസ്റ്റർ നമ്പറാണ് എന്തെന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് സി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നുള്ള നമ്മുടെ കോമ്പോസിഷൻ, ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷൻ. ഇത്രയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് അടുത്തതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലേഷൻ. ഇനി അതിൽ നിന്നും എന്ത് ചെയ്യാം, സെയിം റിലേഷൻ നമുക്ക് അടുത്തൊരു സെറ്റിലേക്കും കൂടി എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയും. ഇനി ഇതിനെ എയിൽ നിന്ന് സിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാം, ഗ്രാഫിക്കലി നമ്മളതിനെക്കുറിച്ച് പറയുക. മാത്സിൻ്റെ നമ്മൾ ഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, എയിൽ നിന്ന് സിയിലേക്കാണ് ഈ ഒരു ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുക. ക്ലിയർ ആയെന്നാണ് വിശ്വസിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം, മടിക്കരുത്. നെക്സ്റ്റ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ എക്സാമ്പിൾസും ക്വസ്റ്റ്യൻസും ഒക്കെയാണ്. ഇനി നമുക്കതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് സെറ്റ്സ് തമ്മിലുള്ള ഫംഗ്ഷനായിട്ടാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പറയുന്നത്. നിങ്ങൾക്കൊന്നും കൂടി കമ്പയർ ചെയ്യാൻ സുഖമായിരിക്കും, ഒന്നുകൂടെ മനസ്സിലാക്കാനും സുഖമായിരിക്കും എന്ന് തോന്നുന്നു. ലെറ്റ് എഫ് ഫ്രം സെറ്റ് 2, 3, 4, 5 from set 3, 4, 5, 9 and G from 3, 4, 5, 9 to set 7, 11, 15 be functions defined as f of 2 equal to 3, f of 3 equal to 4, f of 4 equal to 5 which is also equal to f of 5. അതുപോലെ തന്നെ ജി ഓഫ് 3 ഈക്വൽ ടു 7 വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ജി ഓഫ് 4 ആൻഡ് ജി ഓഫ് 5 ഈസ് ഈക്വൽ ടു 11 വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ജി ഓഫ് 9. ഫൈൻഡ് ജി കോമ്പോസിഷൻ എഫ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് എഫ് എന്ന് പറഞ്ഞിട്ടും ജി എന്ന് പറഞ്ഞിട്ടും രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ഇത് രണ്ടും ഫോം ചെയ്തിട്ടുള്ളത് സെറ്റ്സിൽ നിന്നാണ്, ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കാണ്. രണ്ടിൻ്റെയും ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിൽ എലമെൻറ്റ്സ് 4 എണ്ണമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ റേഞ്ചിൽ എന്തുണ്ട്, ഒരെണ്ണത്തിന് ഫസ്റ്റ് ഫംഗ്ഷനായിട്ടുള്ള എഫിന് 4 എലമെൻറ്റ്സും ഉണ്ട്, സെക്കൻഡ് ഫംഗ്ഷനായിട്ടുള്ള ജിക്ക് 3 എലമെൻറ്റ്സും ആണ് ഉള്ളത്. ഇനി ഇത് ഓൾറെഡി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഫംഗ്ഷൻ്റെ വാല്യൂ അടക്കം നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഫംഗ്ഷൻ വാല്യൂ അടക്കം നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 3 ആണ്, എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 4 ആണ്. എഫ് ഓഫ് 4നും എഫ് ഓഫ് 5നും എന്താണ്, സെയിം വാല്യൂ ആണ്, അത് 5 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ജി ഓഫ് 3യും ജി ഓഫ് 4 എന്ന് പറയുന്നത് സെയിം ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 7. അതായത് അത് ജി ഓഫ് 3ൻ്റെയും ജി ഓഫ് 4ൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 7 ആണ്. ഇനി ജി ഓഫ് 5നും ജി ഓഫ് 9നും സെയിം വാല്യൂ ആണ്, അത് 11 ആണ്. ഇത്രയും നമ്മുടെ കയ്യിലവർ തന്നിട്ടുള്ള വാല്യൂസ് ആണ്. ഇനി നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ജി കോമ്പോസിഷൻ എഫ് ആണ്. ജി കോമ്പോസിഷൻ എഫ് കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ജി എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനും എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനും. നിങ്ങൾ മനസ്സിലാക്കുക, ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാലും നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട സെറ്റ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ആയിരിക്കും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ജി കോമ്പോസിഷൻ എഫ് ആണ് നിങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട സെറ്റ് എന്ന് പറയുന്നത് എഫ് ആണ്. എഫിൽ നിന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഒരിക്കലും ഡയറക്റ്റ് നമുക്ക് ജിയിലേക്ക് പോകാൻ കഴിയില്ല. ആദ്യ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം, പിന്നെ എഫ് ഓഫ് എക്സ് ഉണ്ടായിരിക്കണം, അതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഫോം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ കോമ്പോസിഷൻ്റെ കേസിൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ജി കോമ്പോസിഷൻ എഫ് ആണെന്നുള്ളത്. ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സിൽ, അതായത് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഫസ്റ്റ് സെറ്റ് ആയിട്ടുള്ളത് 2, 3, 4, 5 നമ്മുടെ ഡൊമൈൻ എന്ന് പറഞ്ഞത്. അവിടുത്തെ 4 എലമെൻറ്റ്സിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, കോമ്പോസിഷൻ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു, ജി കോമ്പോസിഷൻ എഫ് എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതായത് ഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റ്സും നമുക്ക് എന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ജി കോമ്പോസിഷൻ എഫ്, അതായത് കോമ്പോസിഷൻ കണ്ടുപിടിക്കുക. ഒന്ന് സൊല്യൂഷനിലേക്ക് വരാം. ഫസ്റ്റ് അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എലമെൻ്റ് എന്ന് പറയുന്നത് 2 ആണ്. അത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തു, ജി ഓഫ്, അതായത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2, ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തു. അതിനെ ഈക്വൽ ടു ഇട്ടിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, ജി ഓഫ് എഫ് ഓഫ് 2, അതായത് ബ്രാക്കറ്റ്, ആ കോമ്പോസിഷനെ നമ്മൾ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു, ബ്രാക്കറ്റ് ആയിട്ട്. നമുക്ക് എങ്ങനെയാണോ നമുക്കറിയുന്ന മാത്സിൻ്റെ ഗ്രാമാറ്റിക്കൽ റൂൾ അനുസരിച്ച് നമ്മൾ അതിനെ ബ്രാക്കറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി ജി ഓഫ് എഫ് ഓഫ് 2 എന്ന്.
ഇവിടെ നമുക്കറിയാം എഫ് ഓഫ് ടുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? 3 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ജി ഓഫ് 3 ആണ് യഥാർത്ഥത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്, വിച്ച് ഈസ് ഈക്വൽ ടു 7 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് ടുവിൻ്റെ വാല്യൂ എന്തായിട്ട് കിട്ടി? 7 ആയിട്ട് കിട്ടി. ഇനി അനദർ ഫംഗ്ഷൻ, അതായത് അടുത്ത എലമെൻ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 ആണ് നമ്മുടെ അടുത്ത എലമെൻറ്റ്, അല്ലെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള വാല്യൂ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതി. ജി ഓഫ് എഫ് ഓഫ് 3 എന്ന കോമ്പോസിഷൻ ഓപ്പൺ ചെയ്ത് ബ്രാക്കറ്റ് ആക്കിയിട്ട് എഴുതി. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 3ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാക്കി? ജി ഓഫ് 4 എന്നാക്കി. അതിൻ്റെ വാല്യൂം സെയിം ആണ്, അതായത് ജി ഓഫ് 3ൻ്റെ വാല്യൂയും ജി ഓഫ് 4ൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന പ്രകാരം സെയിം ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 7. ഇനി ജി ഓഫ് അടുത്ത കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 4 എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എടുത്തു? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 4 എടുത്തു. നമ്മൾ അഗെയിൻ നമ്മുടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ജി ഓഫ് എഫ് ഓഫ് 4. എഫ് ഓഫ് 4ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് തന്നിട്ടുള്ളത് 5 ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജി ഓഫ് 5 എന്നതിനെന്ത് ചെയ്യാം? വീണ്ടും റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും ലാസ്റ്റ് ഫൈനൽ 11 എന്ന്. ഇനി ഒരൊറ്റ എലമെൻറ്റും കൂടി നമുക്കുള്ളൂ, ജി കോമ്പോസിഷൻ എഫ് ഓഫ് 5. അവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് ജി ഓഫ് എഫ് ഓഫ് 5 എന്നാണ്. എഫ് ഓഫ് 5ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 തന്നെ ആയിട്ടുള്ളതിനാൽ നമുക്ക് ജി ഓഫ് 5 ആണ് കണ്ടുപിടിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ പ്രകാരം ജി ഓഫ് 5ൻ്റെ വാല്യൂ 11 ആണ്. ഇത്രയാണ് നമ്മുടെ എന്ത് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിളാണ്. നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ട് ബാക്കിയുള്ള ഡൊമൈനെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള സെറ്റിനെയോ ഒന്നും കൺസിഡർ ചെയ്തില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ നിന്നിട്ടാണ് നമ്മൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫംഗ്ഷനിലെ ഡൊമൈനിലെ സെറ്റിലെ 4 എലമെൻസിനെ എടുത്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ 4 എലമെൻറ്റ്സ് അഗെയിൻ ഞാൻ പറയുകയാണ്, 2, 3 ആൻഡ് 4, 5 ആണ്. അത്രയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് ഫോർവേഡ് ചെയ്യാനുള്ള നമ്മുടെ ക്ലൂ എന്ന് പറയുന്നത്. പിന്നെ ഇതിലെ എല്ലാ വാല്യൂസും നിങ്ങൾക്ക് ഓൾറെഡി മെൻഷൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഇനി അത്തരത്തിലായിരിക്കില്ല അനദർ ക്വസ്റ്റ്യൻ്റെ കേസിലേക്കൊക്കെ നമുക്ക് ചെയ്യാനുണ്ടായിരിക്കാം. ഇവിടെ വെച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നതിന് എങ്ങനെയാണ് നമ്മൾ ഗ്രാമാറ്റിക്കലി മാത്സിൻ്റെ ഭാഷയിൽ എങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് എഴുതുക. ആ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചാലേ നിങ്ങൾക്ക് ഏതൊരു ഫംഗ്ഷൻ കിട്ടിയാലും ജി കോമ്പോസിഷൻ എഫ് ആണെന്നുണ്ടെങ്കിലും എഫ് കോമ്പോസിഷൻ ജി ആണെന്നുണ്ടെങ്കിലും എഴുതാൻ കഴിയുള്ളൂ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനെ ജി കോമ്പോസിഷൻ എഫ് എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ എടുക്കുന്നത്, എഫ് കോമ്പോസിഷൻ ജി ആയിരിക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. നേരെ തിരിച്ചാണ് സംഭവിക്കുക. അതായത് നമ്മൾ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനിലെ ഫസ്റ്റ് ഡൊമൈൻ ആയിട്ടുള്ള 3, 4, 5, 9 എന്ന് പറഞ്ഞിട്ടുള്ള 4 എലമെൻസിലായിരിക്കും നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന വഴി എന്ന് പറയുന്നത് ജി എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിലെ ഫസ്റ്റ് ഡൊമൈന് എടുത്തിട്ടായിരിക്കും. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. കോമ്പോസിഷൻ വരുന്നത് ശ്രദ്ധിക്കുക എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ആ ഒരു എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ പിക്ചർ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അതെങ്ങനെയൊക്കെയാണ്, അതായത് എ എന്ന് പറഞ്ഞ സെറ്റുണ്ട്, ബി എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റുണ്ട്, സി എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റുണ്ട്. എയിൽ നിന്ന് ബിയിലേക്കാണ് നമ്മൾ എഫ് ഡിനോട്ട് ചെയ്യുക, ബിയിൽ നിന്ന് സിയിലേക്കാണ് നമ്മൾ ജി ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയാൻ കഴിയുള്ളൂ, ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള അനദർ ഫംഗ്ഷൻ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അല്ലാത്തൊരു കേസിൽ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനൊരു സാധ്യതയില്ല. ഈ ഒരു കോമ്പോസിഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഓരോ ഫംഗ്ഷനും ഉണ്ടായിരിക്കണം. അതൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ് കോമ്പോസിഷൻ എന്നുള്ളതാണ്. അതൊരു ഫംഗ്ഷൻ്റെ സ്പെഷ്യാലിറ്റി തന്നെയാണ്. അത് ഉള്ള ഫംഗ്ഷൻസിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത്രയാണ് നമ്മുടെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ജി കോമ്പോസിഷൻ എഫ് ആൻഡ് എഫ് കോമ്പോസിഷൻ ജി if f from R to R and g from R to R are given by f of x is equal to cos x and g of x is equal to 3x square. Show that g composition f not equal to f composition g. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്
എഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷനുണ്ട്, ജി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്. രണ്ടും റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എഫ് ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് കോസിക്സ് ആണ്, ജി ഓഫ് എക്സിൻ്റെത് 3x² ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും ഒരിക്കലും സെയിം അല്ല എന്നുള്ളതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് എഫ് കോമ്പോസിഷൻ ജി ആണെന്നുണ്ടെങ്കിലും ജി കോമ്പോസിഷൻ എഫ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒന്ന് എയിൽ നിന്ന് സിയിലേക്കും ഒരെണ്ണം സിയിൽ നിന്ന് എയിലേക്കും അല്ലേ ഡിഫൈൻ ചെയ്യുക, അപ്പോൾ എങ്ങനെയാണ് അത് സിമിലർ അല്ലാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനൊരു അത്തരത്തിലൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൺഫർമേഷൻ, അതായത് എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ, എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് അറിയുന്ന ഡെഫിനേഷൻ പ്രകാരം ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് എങ്ങനെയാണ്, ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിലെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കോസിക്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം, ജി ഓഫ് കോസിക്സ് എന്നെടുത്തു. ഇനി ജി ഓഫ് കോസിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എക്സിൻ്റെ, അതായത് നമ്മുടെ ഒരു എലമെൻറ്റിൻ്റെ വാല്യൂ മാത്രമേ ഇവിടെ കോസിക്സ് എന്ന് പറഞ്ഞ ഒരൊറ്റ ആ ഒരു ആംഗിളിന് പെർട്ടിക്കുലർ ഒരു ആംഗിളിന് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു എക്സ് എങ്ങനെയാണോ ഒരു ഫംഗ്ഷനിൽ എഫ് ഓഫ് എക്സിൽ എക്സിസ്റ്റ് ചെയ്യുക അതുപോലെയാണ് ഇവിടെ കോസിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ജി ഓഫ് എക്സ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അതെന്ന് പറയുന്നത് എന്താണ്, 3x² ആണ്. അപ്പോൾ അതേ പ്രകാരം നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, 3 cos x ഹോൾ സ്ക്വയർ, അതായത് 3 cos x ഹോൾ സ്ക്വയർ. അതിന് നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാം 3 cos² x എന്നുള്ളത്. അതായത് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 3 cos² x. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ കണ്ടുപിടിച്ചാൽ മതി, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്. അത് നമ്മൾ നോക്കുമ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് നമുക്ക് അതിനെ എഴുതാൻ കഴിയും. ജി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3x² ആണ് നമുക്ക് അതിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനെ അഗെയിൻ എഴുതാം എഫ് ഓഫ് 3x² എന്നുള്ളത്. ഇനി എഫ് ഓഫ് 3x² കേസിലും എക്സ് എന്ന് പറഞ്ഞുള്ള ഒരു പെർട്ടിക്കുലർ ടേം ആയിട്ട് മാത്രമേ നമ്മൾ 3x² എടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. നമുക്കതിനെ ഇവിടേക്ക് മാറ്റുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ കേസിലേക്ക് മാറ്റുമ്പോൾ കോസ് 3x² എന്ന് കിട്ടും. നിങ്ങൾക്കറിയാം 3 cos² എക്സും കോസ് 3x² എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ആംഗിളാണ് കോസിൻ്റെ തന്നെ. അപ്പോൾ ഇവിടെ ഒരിക്കലും എന്ത് കിട്ടില്ല, 3 cos² x ഈസ് നോട്ട് ഈക്വൽ ടു കോസ് 3x², രണ്ടും രണ്ട് ആംഗിൾ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു എന്ത്, ജി കോമ്പോസിഷൻ എഫ് ഇസ് നോട്ട് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും എങ്ങനെയൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. ഷോ ദാറ്റ് ഇഫ് എഫ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു സി ആർ 1 then ജി കോമ്പോസിഷൻ എഫ് ഫ്രം എ ടു സി ഓൾസോ 1 നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. നമ്മുടെ കയ്യിലൊരു ഫംഗ്ഷൻ ഉണ്ട് എഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്, എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജി എന്ന് പറഞ്ഞിട്ടുള്ള അനദർ ഫംഗ്ഷൻ ഉണ്ട്, ബിയിൽ നിന്ന് സിയിലേക്കാണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനും ജി എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനും എന്താണ്, 1 ആണെന്നുള്ളത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് തന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന എയിൽ നിന്ന് സിയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷനും എന്താണെന്നുള്ളത് 1 ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം, നിങ്ങൾ മനസ്സിലാക്കണം, എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള എഫും ബിയിൽ നിന്ന് സിയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ജിയും 1 ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണെന്നുണ്ടെങ്കിലും ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എന്താണെങ്കിലും എന്താണ് 1 ആയിരിക്കും എന്നുള്ള കേസ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അറിയാം, ഇനി നമുക്കത് എങ്ങനെയാണ് ഫോർവേഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചിന്തിക്കാനുള്ളത്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫിൻ്റെ കേസിലേക്ക് നമ്മൾ 1 എന്ത് ചെയ്യാണ്, പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്കറിയാം, നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് 1 പ്രൂവ് ചെയ്യാന്നുള്ളത്. എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുത്തിട്ടാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ കേസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഫ് ഓഫ് എക്സിൻ്റെ ആയിട്ട് മാത്രമല്ല എടുക്കേണ്ടത്, ജി കോമ്പോസിഷൻ എഫിൻ്റെ കേസിലേക്കാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ നമ്മളത് എങ്ങനെ എടുക്കും,
ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ടു എന്നെടുത്തു. അതിന് നമുക്ക് മാറ്റി എഴുതാം. ജി ഓഫ് എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ടു. ഇതിൽ നമുക്കറിയാം രണ്ടും, അതായത് ജി എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റ് ഹാൻഡ് സൈഡിലും ഉണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഉണ്ട്. 1 1 ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിനവിടെ ക്യാൻസൽ ചെയ്യാൻ കഴിയും നെക്സ്റ്റ് സ്റ്റേജിൽ. അപ്പോൾ നമുക്ക് കിട്ടും എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്നുള്ളത്. അതും ഓൾറെഡി എന്താണ് 1 1 ആയിട്ടുള്ള കേസാണ്. അതായത് എഫ് എന്ന് പറഞ്ഞുള്ള ഫംഗ്ഷനും 1 1 ആയിട്ടുള്ള കേസാണ്. അതുകൊണ്ട് നമുക്ക് എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് ടു എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എന്തായി കിട്ടിയിട്ടുണ്ട്, നമുക്ക് 1 1 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സിമ്പിളാണ്. കോമ്പോസിഷൻ്റെ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് നിങ്ങൾ മാറ്റി എഴുതാൻ പഠിക്കുന്നത്, അതിൻ്റെ ടേംസും ഒരിക്കലും അത് തെറ്റാതെ എഴുതാൻ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് നല്ലൊരു മാർക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് കിട്ടും. എന്താണെന്നുള്ളൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെയാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. ഒരു കോമ്പോസിഷൻ ഫംഗ്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റീവ് ഫംഗ്ഷനൊന്നും ഇല്ലാതെ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറും എന്തായാലും ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതാണ്. ഈ ഒരു ഏരിയയിൽ നമ്മുടെ കോമ്പോസിഷൻ ഫംഗ്ഷൻ്റെ കേസിൽ ലാസ്റ്റ് ആയിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ അത്യാവശ്യം വലുതാണ്, പക്ഷേ ആൻസറും സിമ്പിളാണ്. ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെയാണ് പോവാന്നൊക്കെ വിചാരിക്കും, പക്ഷേ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സിമ്പിളാണെന്നുള്ളത്. ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഷോ ദാറ്റ് ഇഫ് എഫ് ഫ്രം ആർ മൈനസ് സെറ്റ് 7/5 ടു r minus set 3/5 is defined by f of x is equal to 3x plus 4 divided by 5x minus 7 and g from r minus set 3/5 to r minus 7 set 7/5 is defined by g of x is equal to 7x plus 4 divided by 5x minus 3. Then f composition G is equal to IA and G composition F is equal to IB, where A is equal to R minus set 3/5, comma B is equal to R minus set 7/5. IA of x is equal to x for all x belongs to A. IB of x is equal to x for all x belongs to B are called identity functions on set A and B respectively. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. അതായത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഒരു ഡെഫിനിഷൻ തന്ന പോലെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. പക്ഷേ സംഭവം സിമ്പിളാണ്. ഇനി ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എല്ലാത്തിനും ഓരോരോ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷനും എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെന്നുള്ളതാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x plus 4 divided by 5x minus 7ഉം g of x എന്ന് പറയുന്നത് 7x plus 4 divided by 5x minus 3 എന്ന് പറയുന്നതും എന്തുതന്നെയാണ്, രണ്ട് ഫങ്ഷൻസ് ആണ്. ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഡൊമെയിനും റേഞ്ചും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ആർ എന്ന് പറഞ്ഞ റിയൽ നമ്പറിൻ്റെ കേസിൽ ഒരു സെറ്റ് പെർട്ടിക്കുലർ സെറ്റായിട്ട് ഒരു റാഷണൽ സെറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട് ഡൊമെയിനിൻ്റെയും റേഞ്ചിൻ്റെയും കാര്യത്തിൽ. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സെറ്റ് നമ്മുടെ ഡൊമെയിനും റേഞ്ചും ഒക്കെ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കേസ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഫംഗ്ഷൻ ഐഡൻറ്റിറ്റി ഫംഗ്ഷനായിട്ട് ഫോർവേഡ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം റാഷണൽ ഫംഗ്ഷൻ്റെ കേസിൽ ഒബ്വിയസ് ആയിട്ട് എന്തുണ്ട്, ഒരു റാഷണൽ എലമെൻറ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് നിർത്തിയേ മതിയാവൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡൊമെയിനും റേഞ്ചും വന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ, ഒരുപാട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, രണ്ടും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ തന്നെയാണെന്നുള്ളത്. അതായത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സും എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സും എന്ത് തന്നെയാണെന്നുള്ളത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻസ് തന്നെയാണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യാനുള്ളത്.
ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും നമ്മൾ ഫർദർ സ്റ്റെപ്പുകൾ അനുസരിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് കിട്ടേണ്ട റിസൾട്ട് എന്താണ്? എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻ്റ് ആയിരിക്കും. അതായത് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് നമുക്ക് എക്സ് ആയിട്ട് കിട്ടുക, അതായത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ. സൊല്യൂഷനിലേക്കൊന്ന് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും. ഫസ്റ്റ് നമ്മൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് കാണുകയാണ്. നമുക്കറിയാം ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിന് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എടുക്കാൻ കഴിയും. ഇവിടെ ജി ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ജി ഓഫ് 3x + 4 ഡിവൈഡഡ് ബൈ 5x - 7 എന്നെടുത്തു. ഇനി മൾട്ടിപ്ലിക്കേഷൻ റൂൾ അനുസരിച്ച് നമുക്ക് ഫോർവേഡ് ചെയ്യാവുന്നൊരു കാര്യമാണ്. ജി ഓഫ് എഫ് എക്സിൻ്റെ കേസ്, അതായത് ജി ഓഫ് എക്സിൻ്റെ കേസിലേക്ക് തന്നെ നമുക്ക് എഴുതാം. എങ്ങനെ? ഇവിടുത്തെ എക്സ് ആണ് നമ്മുടെ ഈ ഒരു റാഷണൽ ഫംഗ്ഷൻ, അതായത് റാഷണൽ ആയിട്ടൊരു വലിയൊരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് 3x + 4 ഡിവൈഡഡ് ബൈ 5x - 7 എന്ന് പറയുന്നത്. അതിന് നമ്മൾ എങ്ങനെ എഴുതുന്നു? ജി ഓഫ് എക്സിൻ്റെ കേസിലേക്ക് 7 × 3x + 4 ഡിവൈഡഡ് ബൈ 5x - 7 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 5 × 3x + 4 ഡിവൈഡഡ് ബൈ 5x - 7 മൈനസ് 3 എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫോർവേഡ് ചെയ്യാം. നമുക്കറിയാം 4, അതായത് 2 വീതം എന്ത് വരുന്നുണ്ട്? ഡിനോമിനേറ്റർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾ അനുസരിച്ച്, മാത്തമാറ്റിക്കൽ റൂൾ അനുസരിച്ച് നമുക്ക് എഴുതാൻ കഴിയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. 7 × 3x + 4 പ്ലസ് 4 × 5x - 7 ഓൾ ഡിവൈഡഡ് ബൈ 5 × 3x + 4 മൈനസ് 3 × 5x - 7 എന്നുള്ളത്. സിമ്പിളാണ്, ഒന്നുമില്ല. ഡിനോമിനേറ്ററിൽ കിടന്നിരുന്ന സാധനത്തിന് നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? മൾട്ടിപ്പിൾ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ആ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും ന്യൂമറേറ്ററിൽ 21x + 28 + 20x - 28 ഓൾ ഡിവൈഡഡ് ബൈ 15x + 20 - 15x + 21. അതിൽ നമ്മൾ ആഡ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കിട്ടും 41x ഡിവൈഡഡ് ബൈ 41 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിൻ്റെ കേസിൽ നമ്മുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് കിട്ടിയത് കൊണ്ട് തന്നെ ഐഡൻറ്റിറ്റി ആണ്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഫങ്ഷൻ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കേസ് എന്ന് പറയുന്നത് ജി കോമ്പോസിഷൻ എഫിൻ്റെ കേസിലാണ്. നമ്മൾ എങ്ങനെയാണോ ജി കോമ്പോസിഷൻ എഫ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് കോമ്പോസിഷൻ ജീൻ്റെ കേസിലേക്ക് കൂടെ ഒന്ന് നോക്കുന്നു. സെയിം പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് 7x + 4 ഡിവൈഡഡ് ബൈ 5x - 3 എന്നെടുക്കുന്നു. എന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫംഗ്ഷനെ ഫോർവേഡ് ചെയ്യുന്നുള്ളത്. നമ്മളെടുത്ത പ്രകാരം എഫ് ഓഫ് ജി കോമ്പോസിഷൻ എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് 7x + 4 ഡിവൈഡഡ് ബൈ 5x - 3 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എഗെയിൻ നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 3 × 7x + 4 ഡിവൈഡഡ് ബൈ 5x - 3 പ്ലസ് 4 ഓൾ ഡിവൈഡഡ് ബൈ 5 × 7x + 4 ഡിവൈഡഡ് ബൈ 5x - 3 മൈനസ് 7 എന്ന് കിട്ടി. നേരത്തെ ചെയ്ത പ്രകാരം തന്നെ അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. 3 × 7x + 4 പ്ലസ് 4 × 5x - 3 all divided by 5 × 7x + 4 മൈനസ് 7 × 5x - 3. ഇനി നമ്മൾ അഗെയിൻ അതിൻ്റെ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് എഴുതുന്ന സമയത്ത് 21x + 12 + 20x - 12 all divided by 35x + 20 - 35x + 21 എന്ന് കിട്ടുന്നു. അഗെയിൻ നമ്മളതിന് അഡീഷനും സബ്ട്രാക്ഷനൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു 41x ഡിവൈഡഡ് ബൈ 41 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ നമുക്ക് എഫ് കോമ്പോസിഷൻ ജീൻ്റെ കേസിലും എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻ്റാണ് ലാസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജിയും എന്താണ് നമുക്ക് പറയാൻ കഴിഞ്ഞു? ഐഡൻറ്റിറ്റി ഫങ്ഷൻ ആണെന്ന് പറയാൻ കഴിഞ്ഞു. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നതും ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നതും ഐഡൻറ്റിറ്റി ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ എഴുതാൻ കഴിയും. G composition F is equal to IB and F composition G is equal to IA. IAയും IBയും നമ്മൾ ഐഡൻറ്റിറ്റി ഫങ്ഷൻ ആണെന്ന് ഡിനോട്ട് ചെയ്യുന്ന കേസാണ്. എ എന്ന് പറഞ്ഞൊരു സെറ്റിൽ ഫങ്ഷൻ എടുക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഐ എന്ന് പറഞ്ഞിട്ടുള്ള
ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാറുള്ളത്. ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട്. വീണ്ടും പറയാണ്, ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നമ്മുടെ എന്ത് സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ അത് പറയണം. നന്നായിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ എപ്പോഴും എന്ത് ചെയ്യണം, നന്നായിട്ട് നിങ്ങളത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നന്നായിട്ടത് കയ്യിലുണ്ടാവണം. മാത്സിൽ എപ്പോഴും നിങ്ങൾക്കറിയാം, നമ്മൾ എത്രമാത്രം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ടെന്നുള്ള കേസാണ്. എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണലായിട്ടാണെന്നുണ്ടെങ്കിലും മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കണം. ഇനി അഥവാ റിപ്ലൈ ഞാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് കൂടെ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ട് ഡൗട്ട്, അപ്പോൾ അവരുടെ അടുത്താണ് ഈ പറയുന്നത്. കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയണം. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞാൽ മതി. നമുക്ക് എത്ര തവണ വേണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെന്നുള്ളിടത്ത് മാത്രമേ നോക്കുന്നുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഇത് നമ്മൾ നടത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു തരികയാണ്. അപ്പോൾ അതിൽ നമ്മൾ റിസ്ക് എടുത്താലും എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കതൊരു ഭാരമായിട്ടോ ഒരു ബേർഡനായിട്ടൊന്നും ഒരിക്കലും നിൽക്കരുത്. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രമിക്കുക, നന്നായിട്ട് ശ്രമിക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, എന്ത് ഡൗട്ടുകളും ഉണ്ടെന്നുണ്ടെങ്കിലും ചോദിക്കണം, മടിച്ച് നിൽക്കരുത്. എന്തുണ്ടെന്നുണ്ടെങ്കിലും പറയാൻ ഒരിക്കലും മടിക്കരുത്. സാറിൻ്റെ അടുത്താണെങ്കിലും പറയണം, എൻ്റെ അടുത്താണെങ്കിൽ പേഴ്സണലായിട്ട് പറയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. യാതൊരു കുഴപ്പവും അതിലൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.